തിരിച്ചോ. ആ എടാ ഇൻട്രോ എടുത്തിട്ട് പോടാ. വെൽക്കം ടു പുതിയ പോകും. അപ്പം നമ്മളെല്ലാവരും കൂടെ മാൻ ബിഹൈൻഡ് ദ ലെൻസ് മിന്നുമാണ്. അപ്പം നമ്മളെല്ലാവരും കൂടെ ഇന്നൊരു പുതിയൊരു ഒറ്റ മൈൻഡ് ട്രിപ്പ് പോവാണ്. ഇന്ന് ക്രിസ്മസ് ആണ്. അപ്പം നമുക്ക് മിന്നുവിന് കുറച്ച് ഡ്രസ്സ് എടുക്കണം. ചുമ്മാ ജസ്റ്റ് ഒരു ക്രിസ്മസ് ആയതോടെ ഒന്ന് പുറത്തോട്ട് പോവാണ്. അപ്പം നമുക്ക് ബാക്കി വിശേഷങ്ങൾ പോകുന്ന വഴി കാണാം. ഒരു നല്ല ഡയലോഗ് പറയാൻ വന്നതാ, മറന്നുപോയി. നമ്മളപ്പോ ഇന്ന് ഒറ്റ വെന്റിൽ മിന്നുവിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി. ഇന്ന് ക്രിസ്മസ് ആണ്. ക്രിസ്മസിന് കടകൾ തുറക്കുന്നത് വളരെ കുറവാണ്. എന്നിട്ടും നമ്മൾ വേണ്ട കേട്ടു. അപ്പൊ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി കോട്ടയത്ത് വന്നിരിക്കുകയാണ്. കോട്ടയം നമ്മൾ എവിടെ? ബസേലിയസ് കോളേജ് അല്ലേ? യെസ്, ഇതാണ് ബസേലിയസ്. യെസ്, മനോരമ ജംഗ്ഷൻ. ഇത് ബസേലിയസ് കോളേജ് അല്ലേ? അതെ, ഇത് ബസേലിയസ് കോളേജ് എനിക്ക് തോന്നുന്നത്. ഐ തിങ്ക്സ്. അതെ, ഓക്കെ, തോന്നൽ പറയുന്നതാണ് മമ്മി പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ മനോരമ ജംഗ്ഷനിൽ വന്ന് നിൽക്കുകയാണ്. ഷീമാട്ടിലാണ് നർമ്മദയിലാണ് മമ്മി പോണേ? യെസ്, ഷീമാട്ടിലാണ് പോണത്. അപ്പം മിന്നുവിനെ അവിടെ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. കേട്ടോ കേട്ടോ. മിന്നു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, മിന്നുവിന്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഒരു പ്രത്യേകം ഹായ് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പം മിന്നുവിന്റെ സബ്സ്ക്രൈബേഴ്സിന് പ്രത്യേക ഹായ്. അപ്പോൾ മിന്നുവിന്റെ സബ്സ്ക്രൈബേഴ്സ് ആണ് നമ്മുടെ വില. കാരണം ഇത്രയും സപ്പോർട്ട് നമുക്ക് വേറെ ആരും തന്നെ തരുന്നില്ല. അതാണ് മിന്നുവിന്റെ സബ്സ്ക്രൈബേഴ്സ്. എന്താല്ലേ. അപ്പോൾ മിന്നുവിന്റെ സബ്സ്ക്രൈബേഴ്സ് അറിയാൻ വേണ്ടി അപ്പോൾ മിന്നുവിന്റെ സബ്സ്ക്രൈബേഴ്സ് ഒരു താങ്ക്സ്. എന്തായാലും നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ സ്റ്റാർട്ടായിരിക്കുകയാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ എന്താകും, എങ്ങനെയാകും, കാരണം ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് കടകളൊന്നും ഓപ്പൺ അല്ല. സോ നമുക്ക് എന്തായാലും പോയി നോക്കാം. ഓക്കെ, വരണ്ടേ. അത് ശരിയാണ്. മിന്നു പറയുന്ന വെച്ചാൽ, മിന്നുവിന്റെ പ്രേക്ഷകർ എപ്പോഴും ചോദിക്കുന്നത് നമ്മുടെ വീഡിയോ എന്താണ്. നമ്മൾ ഒരു 2 മാസമായിട്ട് ഭയങ്കര തിരക്കായിരുന്നു. തിരക്കും കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. ആ തിരക്കുകളും കാര്യങ്ങളും എന്താണെന്നുള്ളത് ഈ വീഡിയോ കഴിഞ്ഞു വരുന്ന വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എന്തായാലും ഞാൻ അതിനുവേണ്ടി മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ വീഡിയോ എടുക്കണം, ഞാൻ തന്നെ എഡിറ്റ് ചെയ്യണം. ഭയങ്കര പാടാണ് കേസ്. എന്തായാലും നമുക്ക് മിന്നു എന്തായാലും പറഞ്ഞേ. യെസ്, മിന്നുവിന്റെ കൂട്ടുകാരൊന്നും ഞാൻ വ്ളോഗ് വരുന്നില്ല, പ്രത്യേകിച്ച് ഫാമിലി വ്ളോഗ് വരുന്നില്ല. എന്താല്ലേ ഇന്നേ നോക്കൂ, ഷീമാട്ടിയിൽ നല്ല തിരക്കുണ്ട്. ക്രിസ്മസ് ആയിട്ടും ഒരു പ്രശ്നമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഷീമാട്ടിക്ക് അകത്തോട്ട് കയറിയിട്ട് ബാക്കി വിശേഷങ്ങളാണ്. ഇതിൻ്റെ അകത്ത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, കുറച്ച് ദിവസങ്ങളായിട്ട് അപ്പോൾ ഭയങ്കര വെയിലാണ്. രാത്രി നല്ലതാണ്. നിങ്ങളവിടെ തണുപ്പുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ എന്തായാലും ഷീമാട്ടിക്ക് അകത്തോട്ട് കയറിയാണ്. പിന്നെ അത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കേട്ടോ, നമുക്ക് നോക്കാം. നമ്മളെ 1000 അയ്യേ, പിന്നെ ചീപ്പായി പോണോ? കൈ വെക്കാൻ പറ്റുമോ? എടി മിനി, ഇത് കൊള്ളാടി മിന്നു. ഇത് വെറൈറ്റി ലുക്കൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ പറയാം, നമ്മൾ ഇപ്രാവശ്യം ഒന്നും പറയാൻ പാടില്ല. കാരണം നമ്മുടെ അടുത്ത് എല്ലാ പ്രാവശ്യം അത് പാളാറുണ്ട്. മിന്നുവിൻ്റെ ഒരു സ്കീം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡ്രസ്സ് എടുക്കുമ്പോൾ മിന്നു ഒന്നും പ്രത്യേകിച്ച് പറയുന്നില്ല. നമ്മൾ നല്ലതെന്ന് പറഞ്ഞാൽ മിന്നുകുട്ടി നല്ലതല്ല എന്നാൽ എടുക്കാല്ലേ എന്ന് പറയും. എന്നിട്ട് പിന്നെ അവള് റിഗ്രറ്റ് ചെയ്യും. അവൾ പറയും, അന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, നിങ്ങൾ പറഞ്ഞുകൊണ്ട് എടുത്താണ്. അനുഭവം ഗുരു. പോയോ അത്? അവള് പോയോ? മിന്നു ഇഷ്ടപ്പെട്ടില്ല? ഇല്ല, മിന്നു ഇഷ്ടപ്പെട്ടില്ല. മിന്നു ഇഷ്ടപ്പെട്ടില്ല തന്നെയാണോ അതിന് മീനിങ്? മിന്നു ഇപ്പം വിടത് 2 ദിവസം കഴിയുമ്പോൾ ഇത് മറ്റേ ഈ ചെടിയൊക്കെ വിത്ത് വളരുന്ന പോലെ 2 ദിവസം കഴിയുമ്പോഴത്തേക്കും മിന്നു ഇങ്ങനെ അത് കൊള്ളത്തില്ല, ഞാൻ അന്ന് പറഞ്ഞില്ലായിരുന്നു എന്ന് മിന്നു തോന്നും. ദാറ്റ് ഈസ് ദ പോയിന്റ് ഓഫ് ദി ഇൻട്രാക്ഷൻ. പിന്നെ പിന്നെ ആ മെറ്റീരിയലൊക്കെ ഇട്ട മപ്പാരും കേട്ടോ. സ്ലീവ് ഇല്ല, അതിന് കൈവയ്ക്കാൻ പറ്റില്ല. ദിസ് ഈസ് ദ ടിപ്പിക്കൽ സ്ലീവ്. പിന്നെ ഇത് സെറ്റാട്ടോ. നീ പ്രിൻസസ് ആയോ? മിന്നു പ്രിൻസസ്. പിന്നെ ഒന്ന് സീനായി ഇങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ. സോ ഉയ്യോ, ഇതൊക്കെ ഇട്ട സീനല്ലേ മമ്മി? മമ്മി സ്ലീവ്ലെസ് കണ്ടപ്പോഴും മമ്മിയുടെ കീറിയൊക്കെ അങ്ങ് പോയി. മമ്മി ഒരു ടിപ്പിക്കൽ മമ്മിയാണ് കേട്ടോ, ഞങ്ങളുടെ മമ്മി അല്ലേ മമ്മി? മമ്മി ടിപ്പിക്കൽ എന്ന് പറഞ്ഞാൽ ഞാൻ അതിനുള്ള കാര്യത്തിലൊക്കെ ടിപ്പിക്കലായിരിക്കും. അതെ, അത് അങ്ങനെ മാറ്റാൻ പറ്റത്തില്ല കേട്ടോ.
മമ്മി അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ടിപ്പിക്കലായിരിക്കും എന്നാണ് മമ്മി അവകാശപ്പെടുന്നത്. മമ്മി ടിപ്പിക്കലല്ലാത്ത കാര്യം ഏതാണെന്ന് ചോദിച്ചാൽ എനിക്കറിയാമല്ല. എടി മിനി ഇത് കൊള്ളാടി. ആ ശരി, ഇത് പിസ്താഷ്യ ഗ്രീൻ ആമി. മമ്മി എന്നെ മമ്മി കളർ ബ്ലൈൻഡ്നെസ് അല്ലോ. അത് ശരി കേട്ടോ. മിന്നുവിൻ്റെ ബ്ലൂ, ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ് വേണ്ടത്. ചുമ്മാ ഒറ്റ മൈൻഡ് നമ്മൾ മിന്നുവിന് ഡ്രസ്സ് എടുക്കാൻ വന്നേക്കണം. ഗൈസ് നമുക്ക് എന്തായാലും നമുക്ക് കുറച്ച് നേരം മിന്നുവിനെ വീക്ഷിക്കാം. മിന്നുവിൻ്റെ ചേഷ്ടകളും മിന്നു എന്തൊക്കെയാണ് ചെയ്യാൻ പോകണമെന്നുള്ള കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിച്ച് നോക്കാം. എത്ര നിർത്തത്തില്ല. മിന്നുവിൻ്റെ ഒരു രീതിയിൽ ഡ്രസ്സ് എടുക്കാൻ ഇച്ചിരി പാടാണ്. അപ്പം മിന്നു ഏതായാലും ഒരു ഡ്രസ്സ് നോക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. നമുക്ക് ഡ്രസ്സ് ഒരു ട്രൈ ചെയ്യാൻ വെക്കണം. അപ്പം നമുക്ക് വന്നിട്ട് നോക്കാം. ഇതാണ് മിന്നു എടുത്തിരിക്കുന്ന ഡ്രസ്സ്. മിന്നുവിന് ചെറിയ ഫങ്ഷൻ ഉണ്ട്. അപ്പം ആ ഒരു ഫങ്ഷൻ്റെ ഡ്രസ്സൊക്കെയാണ് നമ്മൾ വന്നത്. കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഓ ഏത് മൂഡ്. ഇതാണ് മിന്നുവിൻ്റെ റിയൽ ചിരി. എന്റെ മോനെ ഏത് മൂഡ്. ഇതന്നെ ഇതന്നെ കൊള്ളാട്ടോ, കൊള്ളാം. എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. പിന്നെ ഓവറോ? അതെ അതെ, നീ ആരാന്ന് പറയാ. പിന്നെ എന്നെ ചെയ്യേണ്ട നിർത്തില്ല പിന്നെ. പിന്നെ ഇതിട്ട് നിന്നെ തലയുടെ ഇട്ട് പിന്നെ ഓറയുണ്ട് കേട്ടോ. ഓറ കണ്ടോ? ഓറ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഗൈസ്. ഇതാണ് അടുത്ത പരിപാടിക്ക് ഇടാം. ഇനി ഹീലുള്ള ചെരുപ്പാണ് കേട്ടോ. അത് വീഴല്ലേ തട്ടല്ലേ മുട്ടല്ലേ. കൊള്ളാം. അടിച്ചോടെ കിടക്കും. ഇനി ഇങ്ങനെ ഇത് വെച്ചോ. ആ ഓക്കെ. ഇത് കൊള്ളാം കേട്ടോ. ഇത് ഷീമാട്ടി പുതിയതായിട്ട് ഈ ഒരു എന്താ പറയുക വെഡ്ഡിങ് സ്കീമിൽ ഉണ്ടാക്കി. കൊള്ളാം, ഇഷ്ടപ്പെട്ടു. നല്ലൊരു ആംബിയൻസ്. നമ്മളതിങ്ങനെ ഫിക്സ് ചെയ്തിരിക്കുന്നു. അപ്പോൾ മിന്നുവിൻ്റെ മിന്നുവിൻ്റെ കൈ തയ്ച്ച് ഇപ്പം തന്നെ കിട്ടും. സോ നമുക്ക് കൈ തയ്ച്ച് കൊടുക്കാൻ വേണ്ടി ലെങ്ത് എടുത്തോണ്ടിരിക്കണം. ഗൈസ് ഇതാണ് ഇന്ന് എൻ്റെ ഔട്ട്ഫിറ്റ്. കൊള്ളാം. ഇത് കൊള്ളാല്ലേ. അങ്ങനെ ഇതാ ഗൈസ്, നമ്മൾ മിന്നുവിന് പുതിയ ഒരു ഡ്രസ്സ് കൂടെ എടുക്കാൻ വന്നിരിക്കുകയാണ്. മിന്നുവിന് മെറൂൺ ഒരു ഡ്രസ്സ് കൂടെ വേണമെന്നാണ് മിന്നു അവകാശപ്പെടുന്നത്. ഏത് ഷോപ്പ്? അത് മെറൂൺ അല്ലടാ, അത് മെറൂണാ അല്ലെ? ഇതാ മെറൂൺ, ഇതാണ് മെറൂൺ. ശരിയാണ്. മിന്നുവിന് ഒരു പ്രാഥമികമായ ഒരു നോട്ടത്തിൽ മിന്നുവിന് ഈ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് അവകാശപ്പെടുന്നത്. കൊള്ളാണ്ട. പക്ഷെ മിന്നുവിന് ഈ തിളക്കമുള്ള ഡ്രസ്സുകളിലൊന്നും താല്പര്യമില്ല. പിന്നെ റീസെയിൽ വാല്യുള്ള ഡ്രസ്സുകൾ മാത്രമേ എടുക്കത്തുള്ളൂ. അല്ലേ പൊന്നെ? എൻ്റെ പൊന്നങ്ങനെയാ. ഓ ലൈനിങ് ഒക്കെ എന്നെ മിന്നു എൻ്റെ ആവശ്യമില്ല. കൊള്ളാം. പിന്നെ ഇട്ട് നോക്കി പിന്നെ ഒന്ന് ഇട്ട് കാണിച്ച് ഞങ്ങളത് കാണണ്ടേ, നമ്മുടെ പ്രേക്ഷകർന്ന് കാണണ്ടേ. ഇതാണ് മിന്നുവിൻ്റെ ലുക്ക്. പിന്നെ ഔട്ട്ഫിറ്റ് ചെക്ക്. ഓ മിന്നു കാല് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞത്. മിന്നിൻ്റെ കാലല്ല. മിന്നു ടോപ്പ് കൊള്ളാം കേട്ടോ. ടോപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എടി മിന്നു ഇതൊക്കെയാണ് വേണ്ടത്. മിന്നിന്റെ ഫാൻസ് നോക്കൂ. മിന്നു എന്താണ് ഇങ്ങനെ ടിപ്പിക്കലായി പോകുന്നത്? എടുത്തൊന്നും അല്ല പോട്ടെ അല്ല. ഓക്കെ, അതും അങ്ങനെ ഫൈനലി ഫിക്സ് ചെയ്തിരിക്കണം. അപ്പൊ നമുക്ക് അടുത്ത് നോക്കാം. അടുത്ത മമ്മിക്ക് ഒരു സാരി എടുക്കണം. അവിടെ അങ്ങനെ ആ റെഡല്ലേ മെറൂൺ ചുരിദാറും മിന്നു ഇതാ മേടിച്ചുകൊണ്ട് വരുന്ന രംഗങ്ങളാണ് നമ്മൾ കണ്ടത്. മിന്നു അത് മേടിച്ചു. നമുക്കിനി മമ്മിയുടെ സാരി നോക്കാം ഗൈസ്. ഇതുപോലെ അതൊന്നും വേണ്ട കേട്ടോ. ഇതാണ് നമ്മുടെ മാച്ചിങ്. മമ്മി ആ ഒരു സാരി ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. കൊള്ളാം.
നീല് ചുമ്മാ എനിക്ക് ഒരു നീല ഉള്ളതല്ലേ, നിങ്ങൾ എന്നെ കൊണ്ടൊരു നീല ഉടുപ്പിക്കില്ലാത്തല്ലേ. ഞാൻ റിട്ടയർമെന്റ് ഉപരിക്കരുത്ത് കുട്ടികൾ നീലയില്ല. കളർ മാറിപ്പോയെന്നോ? മിന്നു നിന്നുള്ളോ? ആ നീല ഹൗസ് പ്ലെയിൻ ആണോ? ആര് പറഞ്ഞു? നിങ്ങൾക്ക് എന്തെങ്കിലും എൻഗേജ്മെൻറ്റോ ഫങ്ഷൻസോ ഒക്കെ വരുന്നുണ്ടെങ്കിൽ നേരത്തെ നിങ്ങൾ റീൽസൊക്കെ കണ്ട് ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോസൊക്കെ കണ്ട് അന്നത്തെ ഏതാണ് ട്രെൻഡിങ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം നോക്കി വെക്കുക. അല്ലെങ്കിൽ കളി ചിലവ് നോക്കാൻ കൺഫ്യൂഷനോ ഇതെടുക്കണം ലാസ്റ്റ് എൻ്റെ പോലെ പൂച്ച അവസ്ഥയോ ഗൈസ്. അവള് പറഞ്ഞതാ ചെയ്യുന്ന, ഒന്നും പറഞ്ഞില്ല. അവള് വലിയ കാര്യം പറഞ്ഞു. അയ്യോ, നമ്മളങ്ങനെ ഓൾവേസ് അതെ നമ്മൾ പർച്ചേസ് ഒക്കെ കഴിഞ്ഞു. അടുത്തത് ചായ കുടിക്കാൻ വേണ്ടി ഷീമട്ടിയുടെ തന്നെ കഫേ ചായ നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും. അത് മിഷിൻ കോഫി അത്രേ ഉള്ളൂ. ഇത്രയും കോഫികളൊന്നും ഹാഫേ കിട്ടുള്ളൂ. പിന്നെ അതിൻ്റെ വിഷമം പ്രകടിപ്പിച്ച അപ്പോൾ നമ്മൾ ഓൾവേസ് പർച്ചേസ് കഴിഞ്ഞു അല്ലേ? പിന്നും അടുത്തോ? അമ്മ അടുത്തോ? അമ്മേ പാവം അമ്മ ഒരു പ്രത്യേക സങ്കടത്തിലാണ്. ഇന്നത്തെ ഫുൾ മുഴുവൻ ചെല്ലും മിന്നോ സംഭവം കേട്ടോ. ഇനു എന്നല്ലേ അങ്ങ് വിദൂരതയിൽ മമ്മി ഞങ്ങൾ ഇവിടെ സാധനമൊക്കെ മേടിച്ചാൽ മമ്മി ഞങ്ങളെ കണ്ടില്ല. മമ്മി അങ്ങ് വിദൂരതയിൽ ഞങ്ങളെ തപ്പി നടക്കുകയാണ്. നമുക്ക് ഒളിച്ചിരിക്കാടാ. അമ്മയോടെ മമ്മി കണ്ടുപിടിക്കോ? അമ്മ കണ്ടുപിടിച്ചിരിക്കുന്നു. ഓ മമ്മി മേടിച്ചു വലുത്. ഇതിനെ വലുത് അതൊക്കെ കണ്ടിട്ടുണ്ടോ മമ്മി പറയുന്നത്? മമ്മി ഞങ്ങൾ ഇട്ടിട്ട് പോയെന്ന് ഓർത്തോ? ബാഗുമില്ല, ഫോണും എന്നാ? ഓ തിരിച്ച് വണ്ടി കയറി വീട്ടിലോട്ട് വരാനാണോ? അപ്പം പോവല്ലേ? ഞങ്ങളെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം ഇതാണ്. എവിടെ എന്ത് കണ്ടാലും അപ്പം അവർക്ക് മേടിക്കണം. കണ്ടോ ഒന്നുമില്ല ഇപ്പൊ. നമ്മളങ്ങനെ ഒറ്റ മൈൻഡിൽ ക്രിസ്മസിന് പർച്ചേസിങ് ഇറങ്ങിയതാണ്. മമ്മിയും മിന്നുവും കൂടെ അത്യാവശ്യം നല്ലൊരു എമൗണ്ടിൽ ഇന്ന് സാധനങ്ങൾ മേടിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഷീമാട്ടി ഇറങ്ങി ഭീമേ പോയി, പിന്നെ ചെരുപ്പട കയറി. ഇതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, കാരണം നമ്മളിന്ന് വന്നിരിക്കുന്നത് മെയിനായിട്ട് 2 ഗേൾസിൻ്റെ കൂടെയാണ്. മമ്മിയുണ്ട്, ചേച്ചിയുണ്ട്. പെണ്ണുങ്ങളുടെ കൂടെ ഷോപ്പിങ്ങിന് പോയവർക്കറിയാം എൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന്. അപ്പം നമ്മളത് കഴിഞ്ഞിട്ട് അടുത്തൊരു സ്റ്റോറിൽ വന്നിരിക്കുകയാണ്. ചേട്ടാ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം നമ്മൾ ഇങ്ങനെ വന്ന് വെറുതെ പോസ്റ്റ് അടിച്ച ലിറ്റിൽ പോസ്റ്റ്. ഇവരിങ്ങനെ മറ്റേ യാന കരിമ്പൻകാട്ടി കയറി അങ്ങ് പോണ പോലെ ആ ഒരു സ്കീമുള്ളൊരു യാത്രയാണ്. എന്തായി അവിടെ നിന്ന് സൗണ്ട് കേൾക്കുന്നുണ്ട്. അത് മമ്മി അവിടെ ഉണ്ട്. മിന്നു അവിടെ, അതാണ് മിന്നു. അപ്പം ഇവരിങ്ങനെ ഓരോ സാധനം കാണുന്നു, അന്ന് ഇത് നോക്കാം. ലൈക്ക് ആ ഒരു രീതിയിലുള്ള ഒരു പലായനമാണ്. അപ്പം ഇങ്ങനെ അങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ രാവിലെ ഇറങ്ങിയാണ്. ഇപ്പം രാത്രി 6 മണി 6 എനിക്കറിയത്തില്ല ഇത് തീരുമെന്ന്. അയ്യോ അടുത്ത് വിശക്കുന്നുണ്ട്. ഒന്നും പറയാനില്ല ഗൈസ്. ഈ ഗേൾസിൻ്റെ കൂടെ ഉള്ള ഇങ്ങനെ ഷോപ്പിംഗ് ഒരു നമ്മൾ നല്ല ക്ഷമയുടെ നെല്ലിപ്പലക ആ ഒരു സ്കീം എത്തും. അതാണ് ഒന്നും പറയില്ല. അപ്പം ഇനി എന്തെങ്കിലും കഴിക്കണം, വിശക്കുന്നുണ്ട്. അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ എന്താണ് അത്രേ ഉള്ളു. ഇവരെ ഞാൻ തല്ലി പുറത്തിറക്കിയിരിക്കുകയാണ്. എന്തൊരു ഓ അടിച്ചാല് ഇനി എങ്ങനെയുണ്ട് നിനക്ക് ഇങ്ങനെ സമയം കളയാൻ സാധിക്കുന്നത്? പറ. വീട്ടിൽ വന്നു കഴിഞ്ഞ് പിന്നെയും ഡ്രസ്സ് എടുത്തതിൻ്റെ റിയാക്ഷനാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് നമ്മുടെ വീട്ടിൽ 2-3 അതിഥികൾ വന്നിട്ടുണ്ട്. ഇതാണ് അവർ. കൊള്ളാമല്ലേ, നല്ല രസമുണ്ട്. അവർ നമ്മുടെ ക്രിസ്മസിലെ DJ ലൈറ്റ്സ് ആംബിയൻസ് ആസ്വദിച്ചിരിക്കുകയാണ്. കൊള്ളാം. നീ മിണ്ടായി പിന്നെ ഒച്ച വെച്ച ആളെ കൂട്ടല്ലേ, അത് പറന്നു പോകും. കണ്ടോ ഒരെണ്ണം പോയി. പിടിച്ചിട്ടാ നീ കേസ് അകത്താമോളെ നീ. അത് പോയി, അതും പോയി. ഒരെണ്ണം കൂടെ ഇടോ. അപ്പൊ വേഗം അത് പോകുന്നതിന് മുമ്പ് കണ്ടോ അവിടെ 3 എണ്ണം ഉണ്ടായിരുന്നു. പിന്നെ ഒച്ച വെച്ച മോളെ കിളിനെ കാണത്തില്ല പയ്ക്ക്. കണ്ണ് പോയെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പൊ നമ്മൾ തിരിച്ചെത്തി നമുക്കിനി പൊറോട്ട കഴിക്കാം. പൊറോട്ട മേടിച്ചിട്ടുണ്ട്, അതുപോലെ പോർക്കും പൊറോട്ട നമുക്ക് കഴിക്കാം. ഓക്കെ, ഇതാ ചായ ഉണ്ടാക്കാനുള്ള സുഹൃത്തുക്കളെ. നമ്മളങ്ങനെ പുറത്തുനിന്ന് ജങ്ക് ഫുഡ്സ് ഒന്നും കഴിക്കുന്ന പരിപാടി നമുക്കില്ല, അല്ലേ മമ്മി?
അതെ. തുറന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല. ഇത്ര സാധനം എല്ലാം മേടിച്ചു വെച്ചിട്ട് അതെ കിട്ടുമോ ഇത്ര സാധനം? ഇല്ല ചിക്കൻ ചിക്കൻ നമ്മുടെ പോർക്ക് ചിക്കൻ മട്ടൺ അപ്പൊ നമ്മളിപ്പം പുറത്തുനിന്നും കഴിയുടെ കാര്യമില്ല. നമുക്ക് വേറെ ആണ്ടൊക്കെ എഴുതാണെങ്കിൽ നമ്മള് ചിക്കൻ കറി ഉണ്ടാക്കുന്ന നയിക്കുന്നത്. അപ്പൊ നമുക്ക് ചിക്കൻ കറി പിന്നെ ചെറുതായിട്ട് പൊറോട്ട രണ്ടോണം മേടിച്ചായിരുന്നു. അപ്പൊ ഇനി അതുകൂടെ കൂടി നമുക്ക് സാധനം സെറ്റ് ചെയ്യാം. നമ്മൾ മിന്നു ഡ്രസ് ഇട്ട് പപ്പാനെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ഡ്രസ്സ് പറയാണ്. വി ആർ വെയിറ്റിംഗ്. സിംഹാൻ വെയിറ്റിംഗ്. പീസ് ആളിപ്പോ വരുമായിരിക്കും ഗൈസ്, നോക്കാം. യെസ്, മിന്നു വന്നിരിക്കുകയാണ് ഗൈസ്. ഓടെ എത്ര എന്തെങ്കിലും വരും അവര് പറഞ്ഞേ? ഇങ്ങ വന്നാ പോരെ, അഭിപ്രായം പറഞ്ഞ് എന്നാ ഒരു കളി കഴിച്ചില്ല. ഇഷ്ടപ്പെട്ടോ അപ്പാ? ഓവറൊന്നും അല്ല, നല്ല രസമുണ്ട്. കല്യാണ പെണ്ണിനെ പോലെയൊക്കെ ഉണ്ട്. മാല കൂടെ ഇട്ടോ. വേഗം വെയിറ്റിംഗ്, കട്ട വെയിറ്റിംഗ്. ഒന്ന് ഇടി വേട് പോ. മിന്നിത മാല ഇട്ട് വന്നിട്ടുണ്ട്. ആ മാലയും കൂടെ സെറ്റാ. പിന്നെ അഴക്. ഇഷ്ടപ്പെട്ടോ മമ്മി? സൂപ്പർ മിന്നി. നീ കംപ്ലൈന്റ് ഇടുന്നുണ്ടോ? നീ തൽക്കാലം ഇത് മുഴുവൻ ഊരി വെക്കണം, നമുക്കൊന്നും കഴിക്കാം. ഗൈസ്, അപ്പൊ നമുക്ക് കഴിച്ചു തുടങ്ങാം. അമ്മ ഇത് ചൂടാക്കിയല്ലേ അമ്മേ? ഇത് ചിക്കൻ ഫ്രൈ ആണ്. ചിക്കൻ ഫ്രൈ സെറ്റ് ചെയ്തോണ്ടിരിക്കണം. നമുക്കിപ്പം പോർക്ക് കുറച്ചെടുത്ത് തുടങ്ങാം. ഏത് കൊള്ളാം. അപ്പൊ നമുക്ക് എന്തായാലും കഴിച്ചു തുടങ്ങാം. പിന്നെ നീ വന്നിട്ടുണ്ടോ? നമ്മളെല്ലാം കഴിക്കാൻ പോട്ടോ. അപ്പൊ നമുക്ക് കഴിക്കാം. മമ്മി ചായ ഉണ്ടാക്കോ? കമോൺ. പിന്നെ അതിന് ചൂടായിരിക്കും. നീ വേറെ വായ വിളിച്ചിരിക്കുന്നുള്ളൂ. പിന്നെ ഓക്കെ, നമുക്ക് കഴിക്കാം. ഓക്കെ, നമ്മൾ കഴിച്ചോണ്ടിരിക്കും. അപ്പൊ പിന്നെ പെട്ടെന്ന് വട്ടം കറങ്ങുന്ന ഒരു വീഡിയോ. പിന്നെ ഒന്ന് വട്ടം കറങ്ങിക്കേ. പോയി ഉടുപ്പ് പാറടി. മിന്നു മറ്റേ പൊറോട്ട തിന്നുന്നതിന് മുമ്പുള്ള സ്റ്റാർട്ടറായിട്ട് അടിക്കുന്ന സാധനമാണ് ഇത്. മിന്നു പപ്പാ ഷുഗർ എത്ര ഉണ്ടോ? പപ്പാ കൂടിയോ? ഷുഗർ ഇല്ലെന്നൊക്കെ പറയും പപ്പ. ഇപ്പൊ പിന്നെ നീ കഴിക്കുന്നുണ്ടോ? ഓ, പിന്നെ ചിക്കൻ വറുത്ത കൂട്ടി കഴിക്കാണ് തന്നെ ഇരിക്കുകയാണ്. ഞാൻ എന്തായാലും ആദ്യം തന്നെ എല്ലാം കഴിച്ചു കഴിഞ്ഞു. സിംഹാനും ചിക്കൻ വറുത്തതിന് വേണ്ടി വരും. ഇത് പൊറോട്ട കഴിക്കണ്ട മിന്നു? മമ്മേ, പിന്നാണ് പപ്പാനെ ചീത്തയാക്കുന്നത്. ഇതിപ്പോ ഒരു 1.5 പീസാ വന്നത് കേട്ടോ അപ്പാ. നമ്മുടെ മിന്നു ഇതാ പൊറോട്ടയുമായിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. സുഹൃത്തുക്കളെ നോക്കുവിൻ, എന്താണ് അവൾ കഴിക്കുന്നു. പൊറോട്ട ഇഷ്ടപ്പെട്ടു. ഇനി നീ കഴിച്ച് വായി വെച്ചപ്പോഴേ എങ്ങനെ മിന്നു ഇഷ്ടപ്പെട്ടെന്ന് പറയാൻ പറ്റുന്നത്? എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ പൊറോട്ട, സത്യം പറഞ്ഞ ഉള്ള കാര്യം പറയാലോ. അതെ, ആവറേജ് ഉള്ളു. മിന്നു അതെന്നെ മിന്നു അതൊക്കെ എവിടുന്ന് വരുന്നു? മിന്നു ഉള്ളിന്ന് വരുന്നതാണോ? അതൊക്കെ വെളിയിലുള്ള എല്ലാ മലയാളികളെയും കസിൻസിനെയും ഫ്രണ്ട്സിനെ ഡെഡിക്കേറ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി കഴിക്കാം. ഏത് മൂഡ്. അതെ, സ്മോൾക്ക് പ്രത്യേക സ്പെഷ്യൽ മെൻഷൻ പറയാൻ വേണ്ടി പിന്നെ പറഞ്ഞിരിക്കുകയാണ്. വി ആർ മിസ്സിംഗ് ഹർ. അവളെവിടെ ഇല്ല. അപ്പൊ കുട്ടായുടെ അഭാവത്തിൽ നമ്മൾ പൊറോട്ട കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിക്കും. നമ്മുടെ നായകൻ. ഓ എന്റെ മോനെ, എന്നാടാ അത്?
ഓ മമ്മി ഇതേടെ അടിപൊളി ചിക്കൻ ഫ്രൈ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഞാനെന്നാ പിന്നെ ഓരോ പൊറോട്ട കൂടെ പിടിക്കല്ലേ. പൊറോട്ട തീർന്നോ? നീ എത്രയാണ് തിന്നേ? നീ നാലെണ്ണം. എന്നാ പിന്നെ മിന്നു ഒരു ഇച്ചിരി താടി. അപ്പൊ നമുക്ക് മിന്നുവിന്റെ നിന്ന് കുറച്ച് പൊറോട്ട കടം മേടിച്ചിട്ട് നമുക്കൊരു പീസ് കഴിച്ചു നോക്കാം. താടി ഉള്ളതൊക്കെ ആട്ടെ. എന്നാലും വിഷയില്ല. നമുക്ക് കുറച്ച് സാലഡ് ഒക്കെ ഉണ്ട്. സാലഡല്ല, സവോള. ഇതിങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ ചുരുട്ടിയിട്ട് ഇതിങ്ങനെ ചുരുട്ടി പിടിച്ചിട്ട്. ഓ മിന്നത് സീറ്റ് മാറിക്കണം അവിടെ നിന്ന് ഇങ്ങോട്ട് പെട്ടെന്ന് ഇത് കിട്ടാൻ വേണ്ടി. നമുക്ക് എന്നാലും കുറച്ച് കഴിക്കാം. ചിക്കനും ചായയാണ് മമ്മി ഇപ്പൊ ഓ കൊള്ളാടോ. മീന് പറഞ്ഞു കുറച്ച് മീൻ ചോറ് മിന്നു മറ്റേ സെറ്റപ്പാ. വയറ് പറഞ്ഞു ഇനി കുറച്ച് ചോറിന് ഉണ്ട് പിന്നെ കിടക്കാന്ന്. നാളെ തന്നെ പറഞ്ഞോ നീ കൊണ്ടുപോയ സാധനത്തെ മേടിച്ച സാധനമൊക്കെ പൊട്ടിക്കണ്ടേ. നമ്മൾ നമ്മുടെ ബ്ലോഗ് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാരും ചിക്കൻ പീസും കഴിച്ചോണ്ടിരിക്കുകയാണ്. ചിക്കൻ പീസും കാണുന്നില്ലേ? ആഹാ ഇപ്പൊ കാണില്ലേ? ഇപ്പൊ ചിക്കൻ പീസും ചിക്കൻ പീസും അമ്മ ഉണ്ടാക്കിയാണ്. അതും കഴിച്ചോണ്ടിരിക്കുകയാണ്. എല്ലാം സെറ്റപ്പായിട്ടുണ്ട്, അടിപൊളിയാണ്. അപ്പം ഇന്നത്തെ വ്ലോഗും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്നെ കാണാമല്ലോ അല്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം മറ്റൊരു അടിപൊളി വ്ലോഗുമായിട്ട് വരുന്നവരേക്കും ബൈ ബൈ ഗായ്സ്. ക്യാമറമാൻ മമ്മിയോടൊപ്പം വി ആർ സൈനിങ് ഓഫ്. മമ്മിനെ കാണിക്കണം, കഞ്ചകം തിരിച്ചു.